ഇന്ന് ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ള അതേ ടൈപ്പിലുള്ള ഒരു പ്ലം കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഏതാണ്ട് 1 കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്നൊരു കേക്കാണിത്. കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കാരമൽ ഷുഗർ സിറപ്പാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടത് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നപ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറം വന്ന് നല്ലതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക. ചുടുവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് 1 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കാരമൽ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് വൈനിൽ സോക്ക് ചെയ്തെടുത്താണ് അതിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1.25 ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 2 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കേക്കിൽ ചേർത്ത് കൊടുക്കാറുള്ള ഗരം മസാലയാണ്. ഇത് ഏലം, പട്ട, ഗ്രാമ്പൂ, ചുക്ക് അതുപോലെ തന്നെ ജാതിക്കയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു തവണ അരിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കൂടെ വേണം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ബട്ടറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മാർജറിൻ എടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കും കൂടെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കൂടെ വേണം കേട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു പിരിഞ്ഞൊരു ടെക്സ്ചറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കായിട്ട് 2 എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 വലിയ എഗ്ഗാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഒരെണ്ണം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത എഗ്ഗും കൂടെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ എഗ്ഗൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം വരെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ വേണം ഇതിലേക്കായിട്ട് എസൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പ്ലം കേക്കിലേക്ക് പ്രധാനമായിട്ടും 5 തരം എസൻസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അത് നമുക്കൊരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് റിച്ച് പ്ലം എസൻസും 1/2 ടീസ്പൂണ് റം എസൻസും 1/2 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഓറഞ്ച് എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് എസൻസിന് പകരമായിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ജാം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും കേട്ടോ. എസൻസ് എല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാരമൽ ഷുഗർ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള കാരമൽ ഷുഗർ സിറപ്പാണ്. ഇതൊന്ന് തണുത്തപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാരമൽ ഷുഗർ സിറപ്പിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാരമൽ കളർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ കാരമൽ ഷുഗർ സിറപ്പ് കേക്കിൻ്റെ ഈ ബാറ്ററിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ കാരമൽ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ കേക്ക് ബാറ്ററിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആവും കേട്ടോ. നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ആകാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂണ് ബൂസ്റ്റും 1/2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്കായിട്ട് ഒരു 1/2 ടീസ്പൂണ്
ഓറഞ്ചിൻ്റെ ജാമാണ്. ഞാൻ നേരത്തെ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഓറഞ്ചിൻ്റെ ജാം ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓവർ ബീറ്റ് ആക്കി എടുക്കേണ്ട കേട്ടോ, ഒന്ന് യോജിച്ച് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുക്കുക. മൈദയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 തവണയായിട്ട് വേണം മൈദയും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബീറ്ററിൽ ലോ സ്പീഡിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിതിലേക്ക് കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് പ്ലം കേക്കിനായിട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അടിയിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്കിലേ പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ ടിന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് 160 ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം 180 ഡിഗ്രിയിലൊന്ന് 10 മിനിറ്റ് ചൂടാക്കി അതിനുശേഷം ഞാൻ 160 ഡിഗ്രിയിൽ 1.25 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത ശേഷമായിട്ടോ ഇത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തണുത്ത ശേഷം നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് 2 ദിവസത്തോളം ഇതൊന്ന് പൊതിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ലേശം വൈനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റും ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊരു ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് 2 ദിവസം പൊതിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ അതൊരു 2 ദിവസത്തിന് ശേഷം വേണം എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 2 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലെ ബട്ടർ പേപ്പർ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടൈമിലാണ് ഞാനിത് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട് കേട്ടോ. തൊട്ടാൽ തന്നെ പൊടിഞ്ഞ് പോകുന്നൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പൊടിഞ്ഞ് പോകുന്നൊരു ടെക്സ്ചറിലാണ് പ്ലം കേക്ക് ഉണ്ടാവുക. നല്ല ടേസ്റ്റുമാണ്, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.